ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വെറൈറ്റി ആയിട്ടുള്ള ചീര നട്ടേൻ്റെ ഇതൊന്ന് പൊരിച്ച് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്ത് ചാക്കിന് ചെരിയാം, എന്നിട്ട് നമുക്കിത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കിഴങ്ങുണ്ടോയെന്ന് നോക്കാലോ, ഇതിൻ്റെ വിളവെടുത്ത് നോക്കാലോ. നമ്മൾ എടുത്താലോ അത് നിങ്ങളെ കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കാണിച്ചു തരാം. വേണ്ട, ഇതിപ്പോൾ ഈ ചാക്കിൻ്റെ ഇതെല്ലാം ഞാനിങ്ങനെ ഇതിങ്ങനെ വലിച്ചെടുക്കട്ടെ. ഉണ്ടല്ലേ, ഇതാ 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 പൊട്ടിപ്പോന്നു ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് വലിക്കുമ്പോൾ. ഉണ്ടല്ലേ, ഇതിപ്പം കണ്ടാ, ഇതാ ഇത് ഞാനിവിടെ ചെരിഞ്ഞിട്ട് എടുക്കാം. കേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ദ്വാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. കണ്ടാ, കണ്ടാ, കണ്ടില്ലേ. ഞാനിപ്പോൾ കണ്ടാ വളവ് ഞാൻ കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഉണ്ടല്ലേ, അതിൻ്റെ കിഴങ്ങ് ഞാൻ പൊടിച്ചിട്ട് എടുത്ത് വെക്കുന്ന കാണിച്ചു തരാമല്ലോ. നോക്കൂ, ഇതിപ്പോൾ കണ്ടല്ലോ. ഇതിപ്പോൾ കണ്ടാ, ഇത് കിഴങ്ങ് എടുക്കുന്നേ. ഇത് കണ്ടാ, ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞാനിന്നിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വിളവെടുപ്പ്, വെറൈറ്റി ചീരേൻ്റെ ഒരു വിളവെടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടാ, ഇതിപ്പോൾ അത്ര ഈ സൈഡിൽ നിന്ന് ഒന്ന് ഈട ഇങ്ങനെ ഇതിൻ്റെ മേലെ രണ്ട് ഇത്രയാണ് നട്ടിട്ടുള്ളത്. ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടാ ഇതിൻ്റെ ഉള്ളിൽ ഈ വേരിൻ്റെ ഉള്ളിട്ടൊക്കെ കിഴങ്ങ് കണ്ടാ. കിഴങ്ങ് കണ്ടാ, ഇത് കണ്ടില്ലേ. ഇതിൻ്റെ അകത്ത് കണ്ടാ കിഴങ്ങ്, ചെടിയിലേക്കൂടി കിഴങ്ങ് പോയിട്ടാണ്. കണ്ടാ ആ ചാക്കിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് ആ ദ്വാരത്തിലേക്കൂടി ഇട്ട് നോക്കുമ്പോൾ നല്ല കിഴങ്ങുണ്ട്. ഇതേപോലെ തന്നെ നടന്നു ഞാൻ. മോശമില്ല കേട്ടാ, നല്ല പരിപാടിയാന്നേ. വിളവെല്ലാം ഉണ്ട്. ഞാനിന്ന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഒരിക്കൽ വെക്കാനും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് നോക്കുമ്പോൾ നല്ല പരിപാടിയാണ്. ആ ഒറ്റൊരു വളവിന് ഒറ്റൊരു വളയെ കൊടുത്തിട്ട് ഞാൻ നട്ടതല്ല, അതിന് വെള്ളം നനച്ചു കൊടുത്തരാണ്ട് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഈ ഒരു ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ കിഴങ്ങ് കണ്ടാ. ഇതാണ് കിഴങ്ങ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ നടുക്കുണ്ട്, ഇത് ഞാനത് എടുത്തിട്ട് കാണിച്ചു തരാം. അത് ദ്വാരം പുറത്തുനിന്ന് ആക്കിയിട്ട് പുറത്തേക്കൂടി നടുക. അത് നല്ല പരിപാടിയാണിത്. ഇതെല്ലാവരും പ്രയോഗിച്ച് നോക്കിക്കോ. നല്ലോണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ഒറ്റ ഒരു മെരടുന്ന് ഒരു ചാക്കിൽ നട്ടതാ ഇത്. കിഴങ്ങ് നോക്കറാ എത്രയാ. ഒറ്റ ഒരു ചാക്കിൽ നട്ടതിന് കിഴങ്ങുണ്ട്. കണ്ടാ അത് കണ്ടില്ലേ. ഒരു ചാക്കിലേ നട്ടിട്ടില്ല, ഒറ്റ ഒരു ചാക്കിൽ ഓരോരോ ചുരടായിട്ട് നട്ടത്. നമ്മളിപ്പോൾ എത്രയിലേ നട്ടിട്ടുള്ളൂ. ഇത് നല്ല വിളവാന്ന് കേട്ടോ, നല്ല വിളവെടുപ്പിടി. ഞാൻ ആ അടിയിലത്തെ ആ ചാക്കിൻ്റെ ഇത് കണ്ട, ആ ഇതൊന്നും വളമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. വളമൊന്നും ലെവലായിട്ടില്ല, കിഴങ്ങൊന്നും കിട്ടാനായിട്ടില്ല. കിഴങ്ങ കണ്ടാ. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ വിളവെടുപ്പ്. മോശമില്ല, ഞാൻ പണിയെടുത്തിടത്തോളം എനിക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ട്. അതന്നെ ഒരു സന്തോഷമാണ്. ഞാൻ ഇതിൻ്റെ മേലെ വന്ന കിഴങ്ങ് ഞാൻ ആരെല്ലോ കാണിച്ചു കൊടുത്തിന്. ഇവിടെ വന്നേരം കണ്ടോ കിഴങ്ങ് കണ്ടോ എന്ന് ചോദിച്ചിട്ട് മേലെ വന്നിട്ട് കണ്ടിട്ട് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. നല്ലപോലെ വിളവ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത തരത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടോ നോക്കട്ടെ, ഇതിലെവിടെയില്ല ഉള്ളോ നോക്കട്ടെ. കിഴങ്ങ് ഇടിയെല്ലാം ഉണ്ട്, അതും എല്ലാം കൂടി ഞാൻ പറിച്ചെടുക്കട്ടെ. ഇത് കണ്ട, ഇതെല്ലാവരും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യും പോലെ തന്നെ എല്ലാവരും ചെയ്തോ, നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. ഇത് കണ്ടില്ലേ, വിളവ് ആടെല്ലാം എൻ്റെ നോക്കട്ടെ. കിഴങ്ങ് വണ്ണം വെച്ചത് പോരാ. ചിലതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. വരുന്ന ചെറിയത്, പക്ഷെ അത് വണ്ണം വെച്ചിട്ടില്ല. കുറച്ചും കൂടി കയ്യായിരുന്നു. പക്ഷെങ്കിൽ ഇത് മുറ്റത്തേക്കാണ് കാട് വരുന്നത്. മഴ വരുന്നുണ്ട്, അതുകൊണ്ട് അതിലിടക്ക് ഞാനിത്
ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാലോ. മഴ വരുന്നുണ്ട്, കാറ്റും മഴയും വരുന്നുണ്ട് കണ്ടല്ലോ. ഇപ്പം കിഴങ്ങുണ്ട്, ഇതാ ഇവിടെയെല്ലാം ഉണ്ട്, നോക്കട്ടെ. ഇത് കണ്ട, ഇതെല്ലാം പോയതിലെല്ലാം പോയിന്. കണ്ടോ, എന്തായാലും ആ ഒരു ചാക്കിന് അത്ര പേരെ കിട്ടിയില്ലേ, അതിപ്പം നല്ലൊരു കാര്യല്ലേ. കണ്ടോ കിഴങ്ങ്, കിഴങ്ങ് ഇങ്ങനെ പോയിടത്തെല്ലാം ഉണ്ടേ, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. കിട്ടാൻ നോക്കുമ്പോ വണ്ണം വെച്ചില്ല. അപ്പോഴേക്ക് ഇത് അതുപോലെ ആവൂലല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറിച്ചാൽ മതിയാണ്. പക്ഷെ മുറ്റത്ത് ഭയങ്കര കാട്, ഇത് പടർന്ന് പിടിച്ചിട്ട് കണ്ടില്ലേ. എന്താ എന്തായാലും മോശമൊന്നുമില്ല. ഒരു ചാക്കിൽ നട്ടിട്ട് ഇത്ര പോരെ കിട്ടിയില്ലേ, അതിപ്പം ചെറിയ കാര്യമല്ലല്ലോ. കണ്ടാ, കണ്ടില്ലേ. ഇതാ ഒരു ചാക്കിൽ നട്ടിട്ട് ഇത്രയും കിഴങ്ങ് കിട്ടി നമുക്ക്, കണ്ടല്ലോ. കണ്ടില്ലേ. ഇതാ ഒരു ചാക്കിൽ നിന്ന് കിട്ടിയ കിഴങ്ങായത്, ഒറ്റ ഒരു ചോട്ടിൽ നിന്ന് കിട്ടിയ കിഴങ്ങായത്. കണ്ട, ഞാൻ ആ വെറൈറ്റി നട്ടിട്ട് കിട്ടിയത് കണ്ട. കണ്ടോ കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട, ഇത്രയും കിഴങ്ങ് കിട്ടിയില്ലേ. ഇത്ര കിഴങ്ങ് കിട്ടിയാൽ പോരാ, ചെറിയൊരു ചാക്കിലല്ലേ നട്ടത് ഞാൻ. ഇത് കണ്ട, ഇത്രയും കിഴങ്ങ് കിട്ടി. അതിന്റെ നീളം എത്രയാന്ന് നോക്കറ, അത്രയും വലിയ നീളവും വണ്ണവും. കണ്ട ചാക്കിൻ്റെ അകത്ത്. ഇത് കണ്ട, വണ്ണം വെച്ചിട്ടില്ല, പോരാ. വണ്ണം കുറച്ചും കൂടി വെക്കുവായിരുന്നു. പക്ഷേങ്കിൽ മഴ, ഇത് കാട് ആയിട്ട് 4 പോലെ പാമ്പിന്റെ ഇതാണ്ടാഞ്ച് പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ. ഇത് കണ്ടല്ലോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളോട് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തകരാറുകളുണ്ട്, ഇതൊന്നും ശരിയാകുന്നില്ല. ചില സമയത്ത് ലെവലായി കിട്ടുന്നില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്ന് വെച്ചാൽ ഓർമ്മക്കുറവുകൊണ്ട് എന്തെല്ലോ തകരാറ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കരുത്. എല്ലാവരും വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം എന്ന് എനിക്ക് പറയാനില്ല. സോറി, ഇതിപ്പോൾ ഞാൻ ആദ്യം എടുക്കുമ്പോൾ തന്നെ കന്നുകളൊക്കെ നയിപ്പോയി, അതെടുത്ത് കളഞ്ഞിട്ടായിപ്പോൾ രണ്ടാമത് ഞാൻ എടുക്കേണ്ടി വന്നു, മുറിയൻ എടുക്കേണ്ടി വന്നേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ട എൻ്റെ ഒരു ചാക്കിലെ വിളവെടുപ്പ് കണ്ടോ. കണ്ടോ ഇത്ര പേരെ കിട്ടിയില്ലേ, നല്ല കിഴങ്ങല്ലേ. കണ്ടില്ലേ. മറ്റേ 2 or 3 കിഴങ്ങല്ലേ കിട്ടുള്ളൂ ഒരു ചാക്കിന്ന്. ഇതിപ്പോൾ ഇത്ര പേരെ കിട്ടില്ല, അതിൻ്റെ അകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. സൈഡ് കൂട്ട വെച്ചത് കൊണ്ടാണ് ഇത്ര പേരെ കിട്ടിയത്, കണ്ടില്ലേ. കുറച്ചും കൂടി വണ്ണം വെക്കുമായിരുന്നു, കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ, ബൈ ബൈ.